ഹലോ. ഹലോ, മുരളീകൃഷ്ണൻ സാറാണോ? അതെ, ആരാ സംസാരിക്കുന്നേ? അങ്കിൾ, ഞാൻ മാളവികയുടെ ഫ്രണ്ടാ, സുമി. സുമി എന്തിനാ വിളിച്ചത്? മാളവിക ഇന്ന് ക്ലാസ്സിൽ കണ്ടില്ല. ഞാൻ വിളിച്ചു നോക്കിയപ്പോ മൊബൈൽ സ്വിച്ച് ഓഫാ. അതാ അങ്കിളിനെ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചേ. അവൾക്ക് എന്ത് പറ്റി അങ്കിൾ? മാളുവിന് നല്ല സുഖമില്ല, അതുകൊണ്ട് ഇന്ന് വരാത്തത്. അവൾ അടുത്തുണ്ടോ അങ്കിൾ? ഇല്ല, നല്ല മയക്കത്തില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടേ പറഞ്ഞോളൂ, ഉണരുമ്പോ ഞാൻ അറിയിച്ചോളാം. ഒന്നുമില്ല അങ്കിൾ. പിന്നെ ഇവിടെ മറ്റു കുട്ടികളൊക്കെ പറയുന്നു അപൂർവയെ സസ്പെൻഡ് ചെയ്തത് കൊണ്ടാണ് മാളവിക ക്ലാസ്സിൽ വരാത്തതെന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ അങ്കിൾ. അപ്പുവിനെ അല്ല, അപൂർവയെ സസ്പെൻഡ് ചെയ്തതിന് മാളവിക എന്തിന് ക്ലാസ്സിൽ വരാതിരിക്കണം? കുട്ടി അത് അറിയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? സോറി അങ്കിൾ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ അങ്കിൾ, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കണ്ട. രക്ഷപ്പെട്ടു മോനെ, അവള് വീട്ടിലുണ്ട്. നിന്റെ അമ്മായിപ്പം ഭയങ്കര ചൂടാണല്ലോടാ. എങ്ങനെ ചൂടാവാതിരിക്കും? അമ്മാതിരി കുരിപ്പ് ചോദ്യമല്ലേ നീ ചോദിച്ചത്? നിന്നെ ഏൽപ്പിച്ചപ്പോഴേ അറിയായിരുന്നു നശിപ്പിക്കുമെന്ന്. ദേ ചെറുക്ക, നീ എന്റെ വായിന്ന് വല്ലതും കേക്കുവേ. എന്നാ പിന്നെ നിനക്കങ്ങ് വിളിച്ചൂടായിരുന്നോ? മോനെ അരുണേ, തൽക്കാലം സീന് ഡാർക്ക് ആവാതെ രക്ഷപ്പെട്ടൂന്ന് കരുതിയാ മതി. ഇനി കുറച്ചു ദിവസത്തേക്ക് അവളുടെ പിന്നാലെ തൂങ്ങാതിരിക്കുന്നതാ ബുദ്ധി. അത് പോയിന്റ്. അവള് കഴിക്കുന്നില്ലേ? റെഡിയാകുവാൻ തോന്നുന്നു. അപ്പു പോയോ? ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും നിന്നില്ല. രാത്രി മതിരി ചാടി അന്യ വീട്ടിൽ കയറുക എന്ന് പറഞ്ഞാ താൻ തോന്നിത്തരമാണ്. അതൊക്കെ ഇപ്പോഴേ പറഞ്ഞു വിലക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഞാൻ പറയുമ്പോ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. ഈ കൂട്ടുകെട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാ നമ്മുടെ കൊച്ചിന്റെ ഭാവിയായിരിക്കും ഇല്ലാതാകുന്നത്. അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളും. ആ പണിക്കർക്കും ഗീതയ്ക്കും സ്വന്തം മോള് വേലിയും പൊളിച്ച് നടക്കുന്നതേ ഒരലങ്കാരമായിരിക്കും. നമ്മൾ തറവാട്ടുകാരാ. അപ്പൊ അതിന്റെ അന്തസ്സിലും മാന്യതയിലും വേണം പെൺകൊച്ചുങ്ങളെ വളർത്താനും മറ്റൊരു വീട്ടിലേക്ക് പൊറുതിക്ക് വിടാനും. ഈ കൂട്ടുകെട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരു നടക്ക് പോകില്ല മുരളി. അമ്മ പറയുന്ന കാര്യമുണ്ടെന്നറിയാം. എല്ലാം ഒറ്റയടിക്കങ്ങ് അറുത്തുമുറിച്ച് കളയാൻ പറ്റില്ലല്ലോ. പറ്റണം. പൊന്നു കായ്ക്കുന്ന മരമാണേലും പുരയ്ക്ക് മീതെ ചാഞ്ഞ അത് പിന്നെ വെച്ചേക്കരുത്, കടയോടെ മുറിച്ചു മാറ്റണം. അമ്മ വിചാരിക്കും പോലെ അതത്ര എളുപ്പമല്ല. എത്ര വർഷങ്ങളായിട്ടുള്ള ബന്ധവും അവരായിട്ടുള്ളത്. ഓ, വെറും അയൽപക്കവും കൂട്ടും, അല്ലാതെ രക്തബന്ധമൊന്നും അല്ലല്ലോ. ഇനി അങ്ങനെ ആണേ പോലും അവനവന്റെ കാര്യം നോക്കി ഒതുങ്ങുന്നതാ നല്ലത്. അപ്പുവിനെന്തായാലും കുറച്ചു നാളത്തേക്ക് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. കോളേജിൽ വേറെ കുട്ടികളുമായിട്ട് കൂട്ടൊക്കെ ആവുമ്പോൾ മാളുവിന് അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. അതിനി അവള് കോളേജിൽ പോകുന്നുണ്ടോന്ന് എങ്ങനെ അറിയാം? ഒറ്റയ്ക്ക് അങ്ങനെ ഇതുവരെ പോയിട്ടില്ലല്ലോ. അവള് ക്ലാസ്സിൽ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിനിപ്പോ ഇങ്ങനെ പോട്ടെ. നാളെ മുതൽ അവളുടെ അടുത്ത് കോളേജിൽ പോകാൻ പറയണം. രാവിലെ എത്തിയല്ലോ. മാളു, എങ്ങോട്ടാ രാവിലെ തന്നെ രണ്ടുപേരും കൂടി? അപ്പൂന്റെ കൂടെ ഒരു സ്ഥലം വരെ പോണം. അത് എങ്ങോട്ടാണെന്നാ ചോദിച്ചത്? അതെനിക്കറിയില്ല, പോയിട്ട് വന്നിട്ട് പറയാം. മാളു, ഇനിയും ഓരോ കൊല്ലപ്പെടുത്ത് തലവെക്കാനാണോ? അച്ഛാ പ്ലീസ്, അപ്പു ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഞാനല്ല ഉറപ്പ് പറയുന്നത്. ദേ വരുന്നു. എടിവെല്ലാം കഴിച്ചിട്ട് പോവും. വേണ്ട, വന്നിട്ട് കഴിക്കാം.
തായ്മൊഴി കേൾക്കാത്ത വവ്വാലേ, നിന്റെ ഉച്ച കിഴുക്കാൻ പാട്, നിന്റെ ഉച്ച കിഴുക്കാൻ പാട്.